സ്ഥലംമാറ്റത്തിനു പിന്നാലെ കുഴഞ്ഞുവീണു മരിച്ച കണ്ണൂരിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപാലേഖയുടേത് UDF സർക്കാർ സ്പോൺസേഡ് മരണമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PA മുഹമ്മദ് റിയാസ് MLA. ഒഴിവാക്കപ്പെടേണ്ട സംഭവമാണെന്നും മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവനയാണ് ഇതിന് ഉത്തരവാദിയെന്നും PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആരോഗ്യസ്ഥിതി മാനിക്കാതെ അന്യായമായി സ്ഥലം മാറ്റിയ മനോവിഷമത്തിൽ കുഴഞ്ഞുവീണു മരിച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ R ദീപാലേഖയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലിന് പരിക്കുപറ്റി പ്രയാസം അനുഭവിക്കുന്ന ഘട്ടമായിട്ടും ന്യായമായും ലഭിക്കേണ്ട ട്രാൻസ്ഫർ നൽകാതെ പ്രയാസപ്പെടുത്തി. ട്രാൻസ്ഫർ ഇനിയും ഉണ്ടാകും, റെഡിയായിക്കൊള്ളുമെന്ന് വെല്ലുവിളിക്കുകയും മുഖ്യമന്ത്രി VD സതീശന്റെ ആക്രോശം ഏറ്റെടുത്ത് ഒരു കരുണയും കാണിക്കാതെ എല്ലാ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ദീപലേഖയെ ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തതെന്ന് PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇനിയും ട്രാൻസ്ഫർ ഉണ്ടാകുമെന്ന് പറഞ്ഞ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് VD സതീശനെന്നും PA മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു. ഒരു കരുണയും കാണിക്കാതെ എല്ലാ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ദീപലേഖയെ ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ഇതിൽ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നീതി ലഭിച്ചില്ലെന്ന് മാത്രമല്ല, കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന തീരുമാനം വന്നു എന്നറിഞ്ഞ ഉടനെയാണ് ദീപലേഖ കുഴഞ്ഞു വീണ് മരണപ്പെട്ടത്. ഇത് സർക്കാർ സ്പോൺസേഡ് മരണമാണ്, ഒഴിവാക്കപ്പെടേണ്ട സംഭവമായിരുന്നു. CPM ഏരിയ സെക്രട്ടറി TP ഗോപാലൻ, KP ശ്രീജിത്ത്, DYFI ബ്ലോക്ക് സെക്രട്ടറി N ഷിജിൻ തുടങ്ങിയവർ PA മുഹമ്മദ് റിയാസിനോടൊപ്പം ഗൃഹസന്ദർശനം നടത്തി. കൈരളി ന്യൂസ്, കോഴിക്കോട്.